കേരളത്തിലെ മഹാനായിട്ടുള്ള ADGP MR അജിത് കുമാറിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം, അതായത് ഏതാണ്ട് ഇന്ന് രാവിലെ എനിക്കത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ കഴിഞ്ഞ ദിവസം തന്നെ വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ ആ വീഡിയോ എടുത്തത് ഇന്നലെയാണെങ്കിൽ ഇന്ന് രാവിലെ അത് പബ്ലിഷ് ചെയ്യപ്പെട്ടെങ്കിൽ അതിനുശേഷം ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഒരു പുതിയ വാർത്ത കൂടി വന്നിരിക്കുന്നു. ആ വാർത്ത PV അൻവർക്ക് ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളുടെ പുറത്ത് ഈ MR അജിത് കുമാറിനെതിരെ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചു. ആ അന്വേഷണം പ്രഖ്യാപിച്ചതിൽ ഒന്ന് വിജിലൻസുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണമാണ്. അദ്ദേഹം ഈ പറയുന്ന പോലെ അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദിച്ചുവെന്നും അദ്ദേഹം ഒരു ഫ്ലാറ്റ് മേടിച്ച് 10 ദിവസം കൊണ്ട് അത് മറിച്ചു വിറ്റു എന്നുമൊക്കെയുള്ള ചില ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളിൽ ഈ പറയുന്ന MR അജിത് കുമാറിന് ഒരു ക്ലീൻ ചിറ്റ് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആ ഫയൽ ഏതാണ്ട് ക്ലീൻ ചിറ്റ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കൊടുത്തിട്ട് 1 മാസത്തിൽ കൂടുതലായി എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. പക്ഷേ 1 മാസത്തിൽ കൂടുതലായ ആ റിപ്പോർട്ട് ഇന്ന് തിരക്ക് പിടിച്ച് തലസ്ഥാനത്തെത്തി മുഖ്യമന്ത്രി ഉടൻ തന്നെ അതിന്മേൽ ഒപ്പുവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കൃത്യമായി MR അജിത് കുമാറിനെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നു. വളരെ സന്തോഷം. ഇത്തരത്തിൽ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന MR അജിത് കുമാറിനെ ചതിക്കാനൊന്നും മുഖ്യമന്ത്രി തയ്യാറല്ല എന്നുള്ളതാണ് മനസ്സിലാവുന്ന ഒരു കാര്യം. പിന്നെ അടുത്ത അന്വേഷണമൊക്കെ നടക്കുന്നത് വളരെ ഇപ്പോൾ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടും ദത്താത്രേയ ഹൊസബളയെ കണ്ടതുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള ചില അന്വേഷണങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന്മേലൊന്നും ഇപ്പോൾ നടപടിയെടുക്കലോ അല്ലെങ്കിൽ കൃത്യമായി തെളിവ് കിട്ടലോ ഒന്നും സാധ്യമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഏതാണ്ട് ഈ അന്വേഷണങ്ങളൊക്കെ തന്നെ ഏതാണ്ട് അവസാനിച്ച മട്ടാണ് എന്നാണ് നമുക്ക് പറയാനുള്ളൊരു കാര്യം. ഇതിലെനിക്ക് പിണറായി വിജയനെ പ്രത്യേകിച്ചും അഭിനന്ദിക്കാനുണ്ട്. കാരണം മറ്റേതെങ്കിലും രാഷ്ട്രീയക്കാരനെ പോലെ കാര്യം കഴിയുമ്പോൾ അദ്ദേഹം കൈവിട്ടില്ലല്ലോ MR അജിത് കുമാറിനെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. MR അജിത് കുമാർ ദത്താത്രേയ ഹൊസബളയെ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ആയിരിക്കില്ല. അദ്ദേഹം ഹൊസബളയോട് RSSൽ ചേരുന്നതിനെക്കുറിച്ചോ രാവിലെ കാക്കി കളസം ധരിച്ചിട്ട് രാവിലെ അവരുടെ പരേഡിന് വരുന്നതിനെക്കുറിച്ചോ കായികാഭ്യാസത്തിന് വരുന്നതിന് വേണ്ടിയൊന്നും ആയിരിക്കില്ല എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും സാധാരണക്കാരനും ഒക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തന്നെ ദത്താത്രേയ ഹൊസബളയെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആർക്ക് വേണ്ടി ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള അവരുടെ പൊളിറ്റിക്കൽ, ഈ പറയുന്ന പോലെ രാഷ്ട്രീയമായിട്ടുള്ള മേലാളന്മാരുടെ ഇച്ഛകൾക്കനുസരിച്ച് പ്രവർത്തിച്ചു എന്നുള്ളത് മാത്രമേ നമുക്കുള്ളൂ. പിന്നെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും റോൾ ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ തൃശ്ശൂർ പൂരം നടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യാഗ്രഹം ഞാൻ വിചാരിക്കുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ അദ്ദേഹം തൃശ്ശൂർ പൂരമൊക്കെ സന്തോഷത്തോടുകൂടി കാണുന്ന ഒരാളാണ്. അല്ലാതെ അതിനും അപ്പുറത്തേക്ക് അദ്ദേഹം ഒരിക്കലും തൃശ്ശൂർ പൂരം കലങ്ങണമെന്ന് വ്യക്തിപരമായൊന്നും ആഗ്രഹിക്കാൻ വഴിയില്ല. പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള മറ്റ് ചില കാരണങ്ങൾ കൊണ്ട് ആരെയെങ്കിലുമൊക്കെ പ്രീതിപ്പെടുത്താനോ സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ അനുമതിയോടുകൂടി മാത്രമേ അത് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ നമ്മുടെ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞിട്ടുള്ള ഡീലിൻ്റെ ഭാഗമായി സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്തു കൊടുത്തതായിരിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMനെ ഭരണത്തിലേറാൻ BJP സഹായിക്കാമെന്നും കൂടാതെ ലാവ്ലിൻ കേസടക്കമുള്ള കേസുകളൊക്കെ തന്നെ എഴുതിത്തള്ളാമെന്നുമൊക്കെ നമ്മുടെ ഇവിടുത്തെ കേരളത്തിൻ്റെ പ്രഭാരിയായിരുന്ന ആൾ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹവും ദല്ലാൽ നന്ദകുമാറും കൂടി പോയി EP ജയരാജനെ കണ്ടതുമൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇനിയുള്ള കേസുകളൊക്കെ വളരെ സിമ്പിളാണ്, വളരെ ലളിതമാണ്. അതിലൊന്നും എന്താണെങ്കിലും MR അജിത് കുമാറിനെ പെടുത്താൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ വളരെ കൃത്യമായി ഒരുപക്ഷെ തെളിയിക്കാൻ കഴിയുമായിരുന്ന ഒരു കേസിൽ തന്നെ വളരെ ക്ലീൻ ചിട്ട് നേടിയെടുത്തിരിക്കുന്നു. സ്വന്തം ഒരു വാത്സല്യത്തോടുകൂടി സ്വന്തം കൃത്യമായി MR അജിത് കുമാറിനെ ഇദ്ദേഹം സംരക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ സംരക്ഷിക്കേണ്ടതാണെന്ന് ഞാൻ പറയും. കാരണം സ്വപ്ന സുരേഷിൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള സരിത്തിനെ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുണ്ടായിരുന്ന പോലീസുകാർ ലോക്കൽ പോലീസിനെ പോലും അറിയാതെ തട്ടിക്കൊണ്ടുപോയതും ഏതോ ഗുണ്ടകൾ സരിത്തിനെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് വിചാരിച്ച് സ്വപ്ന സുരേഷ് പരാതി കൊടുക്കുകയും DYSP ഒക്കെ സ്ഥലത്തെത്തി അന്വേഷണം നടത്തുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതായത് ലോക്കൽ പോലീസ് തന്നെ കുറച്ച് കഴിഞ്ഞാണ് അറിഞ്ഞത് കേരള പോലീസിനെ തന്നെ മറ്റൊരു വിങ്ങാണ് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഷാജ് കിരണുമായി ഏതാണ്ട് 40-45 ഫോണിൽ സംസാരിച്ചതുമൊക്കെ രാഷ്ട്രീയ മേലാളനായിട്ടുള്ള പിണറായി വിജയന് വേണ്ടി ആയിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അല്ലാതെ ഒരു കാരണവശാലും അദ്ദേഹം ഇതൊന്നും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തൊരു കാര്യമായിരിക്കില്ല എന്നുള്ളതും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ തങ്ങളുടെ വിനീത വിധേയനായിട്ടുള്ള സ്വന്തം ഈ പറയുന്ന പോലെ പണ്ട് കരുണാകരൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ കരുണാകരനൊക്കെ കുളിച്ചിട്ട് വരുമ്പോൾ തോർത്തു കൊടുക്കാനൊക്കെ നിന്നിരുന്ന അല്ലെങ്കിൽ സ്വന്തം പെട്ടിയെടുക്കാനൊക്കെ നിന്നിരുന്ന ആളുകളെ അദ്ദേഹം വലിയ വാത്സല്യത്തോടുകൂടിയാണ് കണ്ടിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പലപ്പോഴും സ്വന്തം കീഴിലുള്ള ഉദ്യോഗസ്ഥരെ ഒന്നും ഒറ്റുകൊടുക്കാനോ അല്ലെങ്കിൽ അവരെയൊന്നും കൈവിടാനോ തയ്യാറുള്ള ഒരാളല്ല. ഏതാണ്ട് ആ ലെവലിലേക്ക് തന്നെ പിണറായി വിജയനുമൊക്കെ എത്തിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട്
ഇന്നത്തെ ഏറ്റവും മനോഹരമായ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് കിട്ടിയിരിക്കുന്നു. ഇനി അടുത്ത 6 പേരുടെ DGP പട്ടികയിൽ അദ്ദേഹമുണ്ട്. അങ്ങനെ DG ആയി കൂടി അദ്ദേഹം എത്തുമോ എന്നുള്ളത് മാത്രമേ കാണാനുള്ളൂ. അപ്പോൾ കേരളത്തിൽ നീതിയും നിയമവും ഒക്കെ നടപ്പിലാക്കേണ്ട ഏറ്റവും മുഖ്യനായിട്ടുള്ള ഏറ്റവും അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥനായി അദ്ദേഹം മാറുമോ എന്നറിയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഏതാണ്ട് സൂപ്പർ DGP ആണ് അദ്ദേഹമെന്ന് നേരത്തെ തന്നെ നമ്മൾ കേട്ടിരുന്നു. ഈ ഷെയ്ഖ് ദർവേഷ് സാഹിബൊക്കെ ഒരു പേരിന് വേണ്ടി ഇരുന്നതാണ്. ഇനി പേരിന് വേണ്ടി ഇരുന്ന കസേരയിൽ പോലും വളരെ അധികാരത്തോടുകൂടി MR അജിത് കുമാർ ഇരിക്കുന്ന കാലം എന്ന് വരും എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാനുള്ളൂ. പിണറായി വിജയൻ ഒരു 3ാം തുടർഭരണം കൂടി കിട്ടുകയാണെങ്കിൽ അത് കുറച്ചുകൂടി എളുപ്പത്തിൽ നടക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണെങ്കിലും MR അജിത് കുമാറിന് എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും.